ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. ഗംഗാരേട്ടൻ എത്ര നേരമായി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു? എന്തു പറ്റി? സാധാരണ ഇങ്ങനെ അല്ലല്ലോ. എന്താ പ്രശ്നം? എന്നോട് പറഞ്ഞേ. എന്തു പ്രശ്നം കുട്ടപ്പായി? ഒന്നുമില്ല. ഏയ് അല്ലല്ലല്ല, എന്തോ ഉണ്ട്. ഗംഗാരേട്ടൻ ഇങ്ങനെ മൂകമായി ഇരിക്കാറേ ഇല്ലല്ലോ. ആ, എനിക്ക് വലിയൊരു ഒറ്റപ്പെടൽ. കുട്ടപ്പായി, ഒന്നാലോചിച്ചാൽ നമുക്കൊക്കെ ആരുണ്ട്? സംഗതി ഫിലോസഫിയാണല്ലോ. മൊത്തത്തിലൊരു മാറ്റം. ഗംഗാരേട്ടൻ വീണ്ടും പഴയ ശീലം തുടങ്ങിയോ? അപ്പോഴാണല്ലോ സാധാരണ ഇമാതിരി ചിന്തകൾ ഉണരുന്നത്. കുട്ടപ്പായി, പണിക്കര് സാറിൻ്റെ പാദത്തിൽ തൊട്ട് പ്രതിജ്ഞ എടുത്താ ഞാൻ കുടി നിർത്തിയത്. അതിനി മരിക്കും വരെ ഞാൻ ചെയ്യില്ല. ഗംഗാരേട്ടൻ ഇങ്ങനെ സീരിയസ് ആവല്ലേ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടാവാൻ കാരണം എന്താണ്? കൂടെ പിറന്നിട്ടുള്ളത് പെങ്ങളാണ്. അവൾക്ക് മുഖ്യ ശത്രു ഞാനാണ്. അന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിന് ശേഷം നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നല്ലോ, പിന്നെന്തു പറ്റി? അവളുടെ ഭർത്താവ് അക്രമിയും ക്രിമിനലുമായിരുന്നു. അവനെ ഓടിച്ചു വിടാൻ എന്തുമാത്രം പാടുപെട്ടു. അവൾ ഇപ്പം പറയുന്നത് അവളുടെ കുടുംബം തകർത്തത് ഞാനാണെന്ന്. അത് അഹങ്കാരം. അന്ന് നമ്മൾ എന്തുമാത്രം സംഘർഷം അനുഭവിച്ചു. പണിക്കര് സാറിനറിയാം യാഥാർത്ഥ്യം. അത് പെങ്ങളുടെ കാര്യം. ഇനി ഭാര്യയുടെ കാര്യം, അത് പറയാതിരിക്കുന്നതാ ഭേദം. ബേബി ടീച്ചറോ? നിങ്ങൾ രണ്ടാളും നല്ല യോജിപ്പുള്ള ദമ്പതിമാരല്ലേ. മോളാണെങ്കിൽ പഠിക്കാൻ മിടുക്കി, മാതൃകാ കുടുംബം. ഇതൊക്കെയാണ് പുറമേയുള്ള ധാരണ. പക്ഷെ ഓരോ കുടുംബത്തിൻ്റെയും അകത്ത് ചെല്ലണം അവിടുത്തെ സത്യം അറിയാൻ. ഗംഗാരേട്ടാ, ഇത് നിങ്ങളല്ല സംസാരിക്കുന്നത്. ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എന്താ പറ്റിയത്? എനിക്ക് മനസ്സിലായി. പണ്ടാണെങ്കിൽ ഞാനൊരു കുടിയനും ചട്ടമ്പിയും, പിന്നെ ഭാര്യയുടെ നിഴലായി നടക്കുന്ന ഒരാൾ. ഒന്നുമില്ലെങ്കിലും ഞാൻ പണിക്കർ സാറിൻ്റെ കൂടെ 10-20 കൊല്ലം ചെല്ലം ചുമന്ന് നടന്നിട്ടുണ്ട്. അതൊന്നും കുട്ടപ്പായി കറിഞ്ഞൂടാ. ഓ, ഏതോ നാടക സ്റ്റേജിൽ നിൽക്കുന്ന മാതിരിയുണ്ട് ഗംഗാരേട്ടാ. നിങ്ങൾ പഴയ അമച്ചർ നടനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ... ജീവിതത്തിൽ ഒറ്റയ്ക്കായാൽ ആരും ഇങ്ങനെയൊക്കെ സംസാരിക്കൂ കുട്ടപ്പായി. ആ, എനിക്ക് ഗംഗാരേട്ടനുമായി കുറച്ച് സംസാരിക്കണം ഒറ്റയ്ക്ക്. ഇപ്പോൾ കുറച്ച് ജോലികൾ തീർക്കാനുണ്ട്. എപ്പോഴാണ് ഗംഗാരേട്ടന് സൗകര്യം? ബാങ്കിൽ പോയി വന്നാൽ ഞാൻ ലൈബ്രറിയിൽ കാണും. നീ അങ്ങോട്ട് വന്നാൽ മതി. ശരി, കാണാം. ആ, ശരി. ഫാദർ, നമ്മുടെ പുതിയ സംരംഭം അൻപാലയം നന്നായി തന്നെ പോകുന്നു. കൗണ്ടറുടെയാണ് മുഴുവൻ പണവും. അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ ചൂഷണം ചെയ്യുന്നത് ശരിയാണോ? ഇതിലൊരു ചൂഷണം ഉണ്ടെന്ന് തോന്നുന്നില്ല പ്രകാശ്. വലിയ വ്യവസായികൾ അവരുടെ ലാഭത്തിൽ നിന്നൊരു ചെറിയ ശതമാനം ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കാറുണ്ട്. പക്ഷേ കൗണ്ടറുടെ കാര്യത്തിൽ അദ്ദേഹം ലാഭത്തിലാണോ അല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. ഇതേ കൗണ്ടർ വരുന്നു. നമുക്കിത് പിന്നെ ചർച്ച ചെയ്യാം. നമുക്കിപ്പോൾ തന്നെ സംശയം തീർക്കാം പ്രകാശ്. കൗണ്ടറേ, വണക്കം. வணக்கம் பெரியவர்களே. ஒரு சந்தோஷமான செய்தி இருக்கிறது. வெள்ளி நகைக்கு மட்டுமே ஒரு கடை ചെങ്ങന്നൂരിൽ തുടങ്ങப் പോകുகிறேன். അതും കുട്ടപ്പായിയുടെ പേരിൽ. അല്ല, അടിക്കടി സ്ഥാപനങ്ങൾ ഇങ്ങനെ ആരംഭിച്ചാൽ ഇതിൻ്റെയൊക്കെ മാനേജ്മെൻ്റ് ആര് നോക്കും? എനിക്ക് മറ്റൊരു സംശയമാണുള്ളത്. ഇതൊക്കെ ലാഭമെടുത്ത് ആരംഭിക്കുന്നതാണോ അതോ വായ്പയാണോ? சார், வியாபாரத்தில் ஆரம்ப காலத்திலே மட்டும் தான் இதெல்லாம் யோசிக்க வேண்டும். பெரும்பாலும் தொழில் தானாகவே வளரும். நம்ம கூட നിന്നാൽ மட்டும் போதும். അതുதான் ഇപ്പോൾ നടക്കുന്നത്. അല്ല, എൻ്റെ സംശയത്തിന് മറുപടി കിട്ടിയില്ല. ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാര്യം? ഇതിന് വിപുലമായ ഓഫീസ് സംവിധാനം വേണ്ടേ? എവിടെങ്കിലും... என் கீழே சராசரி ஒரு 400 பேர் வேலை பார்க்குறாங்க. மெயின் ஆஃபீஸ் மதுரையில், கேரளாவில் கொல்லத்தாக்கும் ஆஃபீஸ். ഒരു ഇല നകർന്നാൽ പോതും എനിക്ക് തിരിഞ്ഞു വിടും സാർ. അപ്പോൾ ലാഭത്തിൽ നിന്നാണ് വളർച്ച അല്ലേ? ആവണമല്ലോ, അതല്ലേ സ്വാഭാവികത. അല്ല സാർ, വളർച്ചയിൽ ഇരുന്നുதான் ലാഭം. അത് പല മടങ്ങായി പെരുകും. ബിസിനസ്സിൽ ഉണ്മ വേണ്ടും. എൻ அப்பா அதை கற்றுக் கொடுத்தார். என்னுடைய அண்ணன்கள் பெரும் திருட்டு தொழில் செய்யக்கூடியவங்க.
ഇത്രയും വലിയ സംരംഭങ്ങൾ ഉണ്ടായിട്ടും കൗണ്ടർ ഞങ്ങളുടെ ഈ ചെറിയ നാട് വിട്ടുപോകാത്തത് എന്തുകൊണ്ടാണ്? കൗണ്ടർ ഇവിടെ നിർത്തുന്നത് സ്നേഹമാണ് എൻ്റെ നോട്ടത്തിൽ. ஃபாதர் சொன்னது தான் சரி. எல்லாவரோடும் அன்பு இருக்கிறது. ஆனால் ரொம்ப முக்கியமான ஒன்று எனக்கு குட்டப்பாய் மேலே இருக்கிற அன்பு தான். அவனுடைய தாய்க்கு, என் அன்புக்குரிய தங்கைக்கு கொடுக்க முடியாமல் போன அன்பு அவனுக்கு கொடுக்க வேண்டும். நான் அவனோடு சொன்னேன் என் கூட வருவதுக்கு. அவன் இந்த இடம் விட்டு வரமாட்டான். பிறகு நானும் இங்கே நிற்க முடிவெடுத்தேன். ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. കൗണ്ടർ പക്ഷേ ലേശം ഇമോഷണലായി. ബേബി ടീച്ചറെ, ഗംഗാരേട്ടനുമായി എന്താ പ്രശ്നം? കുട്ടപ്പായി, ഒരു പ്രശ്നവും ഇല്ല. ഞാൻ തുടക്കമിട്ട കളി കാര്യമായി. ടീച്ചറെ തെളിച്ചു പറ. കോടീശ്വരനായതോടെ നിന്റെ സ്വഭാവം മാറിക്കാണും, നമ്മുടെ സ്ഥിതി ദയനീയമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ചോദിച്ചോട്ടെ ടീച്ചറെ, ആ ഒന്ന് തോന്നരുത്. ഇല്ല. ടീച്ചർ കുത്തിത്തിരിപ്പിലാണോ ഡിഗ്രി എടുത്തിരിക്കുന്നത്? ഓ, നീ എന്തു വേണോ പറഞ്ഞോ കുട്ടപ്പായി. കുട്ടപ്പായിക്ക് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയതാ. ഇപ്പോൾ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. എന്നോട് ഒട്ടും പരിചയമില്ലാത്തതുപോലെയാണ് പെരുമാറ്റം. ഇത് ഗംഗാരേട്ടൻ്റെ പരീക്ഷണമാണോ ശരിക്കുമുള്ള മാറ്റമാണോ? ഓ, ഒന്നും അറിഞ്ഞൂടാ. എനിക്കെൻ്റെ പഴയ ഗംഗാരേട്ടനെ തിരിച്ചു വേണം. എനിക്കെന്ത് മാറ്റമാണ് ടീച്ചറെ പരീക്ഷിക്കാൻ? ഈ കോടികളെല്ലാം മാമൻ്റെയാണ്. എൻ്റെ പേരിൽ പുള്ളി നടത്തുന്നു. ഓ, അങ്ങനെ പറ്റിപ്പോയി. ഇനി എന്തു ചെയ്യും? ഞാൻ വിശദമായി സംസാരിച്ചു. പക്ഷേ ഗംഭീര ഡയലോഗുകളാണ് പറയുന്നത്. പണിക്കര് സാറ് പോലും ഇത്രയും ഫിലോസഫി പറയാറില്ല. എന്താ വേണ്ടത്? നീ പറ കുട്ടപ്പായി. എനിക്കറിഞ്ഞൂടെ എന്താ ചെയ്യേണ്ടതെന്ന്. സംസാരിച്ച് നോക്കട്ടെ. തീരെ നിവർത്തിയില്ലെങ്കിൽ ഫാദറിനെയും പ്രകാശേട്ടനെയും ഇടപെടുത്താം. ഓരോരോ പുലിവാലികളെ. ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ PA ബിജു, M ശിവകുമാർ, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.